ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കഥയാണ്. അപ്പോൾ ഈ കഥയിൽ 37 പാർട്ടുണ്ട്. ഞാൻ ഡെയിലി പാർട്ടായിട്ടാണ് ഈ കഥ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. പിന്നെ ഈ കഥ ഡെയിലി നിങ്ങളുടെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ കഥയുടെ പേര് അജുവിൻ്റെ പാത്തു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. പാർട്ട് 1. അജുവിൻ്റെ പാത്തു. മജീദിനും റസിയാക്കും മക്കൾ 3. മൂത്തവൻ അനസ്, രണ്ടാമത്തെ അജ്മൽ, അതിനു താഴെ അഫ്ര. മജീദ് ഗൾഫിലായിരുന്നു. അവിടെ ബിസിനസ് ആയിരുന്നു പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ നാട്ടിൽ അത്യാവശ്യത്തിന് സമ്പാദ്യം ഒക്കെയുണ്ട്. മൂത്ത മകൻ അനസ് എഞ്ചിനീയറാണ്. കോട്ടയ്ക്ക് കഴിഞ്ഞ ഭാര്യ സഹല. മൂന്നാമത്തെ മകൾ അഫ്രക്ക് ജോലിയോട് വലിയ താല്പര്യം ഒന്നുമില്ല. എങ്കിലും അഫ്രയുടെ ഭർത്താവ് അക്കൗണ്ടാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, നടുവത്തെ പുത്രനെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു തള്ളിപ്പൊളിയാണ് അജ്മൽ, അതായത് നമ്മളുടെ കഥയിലെ നായകൻ. തല്ലിപ്പൊളിയാണ് അജ്മൽ എന്നാണ് പൊതുവെ വീട്ടിലുള്ളവർ അഭിപ്രായം. അതുകൊണ്ടാണ് അവനെ അവസാനം പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. പള്ളിയിൽ സുബ്ഹി ബാങ്കിന്റെ ഈരടിക്കാതിൽ മുഴങ്ങുമ്പോൾ അങ്ങാടിയിലെ ചായക്കടയിൽ റാവുണ്ണി ചേട്ടൻ പിടിപ്പത് പണിയിലാണ്. അങ്ങാടി ഉണരുന്നതിന് മുമ്പ് അങ്ങാടിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് റാവുണ്ണിച്ചേട്ടൻ, അങ്ങാടിയുടെ സ്വന്തം റാവുണ്ണിയേട്ടൻ. അതിനു പുറകിലെയാണ് പാലും പാത്രവും ഒക്കെ. അവർക്ക് പിറകിലായി ഓരോരുത്തൻ അങ്ങാടിയിലെത്തും. റാവുണ്ണിയേട്ടാ, ഒരു കട്ടൻ. എവിടെന്നാ മോനെ, ബസ്സുമായിട്ട് ഓട്ടമില്ലതും? ആ ചേട്ടാ, കഴിഞ്ഞു വരുന്ന വഴിയാണ്, കോളേജിൽ നിന്ന് ടൂർ. കട്ടൻ ഊതി കുടിച്ച് അവൻ ഇരുന്നപ്പോഴാണ് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പ. പടച്ചോനെ, ഉപ്പ എന്നും പറഞ്ഞ് അവനവിടെ നിന്ന് എഴുന്നേറ്റ് പൈസയും കൊടുത്ത് വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്ക് വിട്ടു. വാണത്തിന് തീ കൊടുത്ത പോലെ ഇപ്പോൾ ഇവിടുന്ന് പോയവനാണ് നേരത്തെ പറഞ്ഞ തല്ലിപ്പൊളി എന്ന് വീട്ടുകാർ വിശേഷിപ്പിക്കുന്ന അജ്മൽ. പഠിക്കാൻ വിട്ടപ്പോൾ പഠിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തല്ലിപ്പൊളിയായ അജു +2 പഠിക്കുമ്പോൾ ഏകദേശം പരീക്ഷ സമയത്ത് പഠിത്തം നിർത്തിയതാ അജു. അതൊക്കെ വഴി പറയാം. മലർക്കെ തുറന്നു കിടക്കുന്ന ഗേറ്റ് കടന്ന് വീടിന്റെ മുൻവശത്ത് ഓരോ സൈഡിൽ വണ്ടി ഒതുക്കി അജു പുറത്തിറങ്ങി. 1, 2, 3 നിരന്നു കിടക്കുന്ന കാറുകൾ എണ്ണിക്കൊണ്ട് ഇന്നത്തെ ദിവസം പോയി എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. എന്താണ് വണ്ടി പ്രാന്താ നിന്ന് എണ്ണുന്നത്? ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സഹല മുറ്റമടിക്കാണ് ചൂലുമായി നിൽക്കുന്നു. ഒന്നുമില്ല എൻ്റെ ഭാബി, അളിയനും പെങ്ങളും എപ്പോ എത്തി? അജു ചോദിച്ചു. ഇന്നലെ വന്നു. അത് പറഞ്ഞ് സഹല മുറ്റമടിക്കാൻ തുടങ്ങി. അകത്തേക്കൊന്ന് നോക്കി. ഉമ്മ റസിയ സോഫയിൽ ഇരുന്ന് ചായ കുടിക്കുന്നു. ഉമ്മ കാണാതെ മുകളിൽ തൻ്റെ മുറിയിലേക്കുള്ള കോണിപ്പിടി കയറാൻ തുടങ്ങിയതും ഒന്ന് നിന്നേ എന്ന് ഉമ്മ. അജു നിന്ന് എന്ന് മാത്രമല്ല നേരെ ഉമ്മയുടെ മുന്നിലേക്ക് എത്തി. കഴിഞ്ഞോ ഒരു ചുറ്റൽ? എന്താണെൻ്റുമ്മ, ചുമ്മാ ചുറ്റുന്നതല്ലല്ലോ, എൻ്റെ പണി അതല്ലേ. ഒരു പണിക്കാരൻ 10 മണിയാകുമ്പോൾ എണീറ്റ് റെഡിയായി വന്നണം. എല്ലാവർക്കും കൂടെ ഒരിടം വരെ പോകാനുണ്ട് എന്ന് ഉമ്മ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. എങ്ങോട്ടാ എന്ന് അവനും നെറ്റി ചുളിച്ച് ചോദിച്ചു. എന്തിനാ, എവിടേക്ക് എന്നൊക്കെ അവിടെ എത്തിയിട്ടറിയാം. ശരി ചിന്ന മുതലാളി, ഉത്തരവ് പോലെ അടിയാനങ്ങോട്ട്. അജു സ്റ്റെപ്പ് കയറി മുകളിലെത്തി നേരെ ബെഡിലേക്ക് വീണു. കുറച്ച് ഉറക്കം പെൻഡിങ് ഉള്ളത് കൊണ്ട് ഉറങ്ങാൻ സമയം എടുത്തില്ല. കുഞ്ഞിക്ക എണീറ്റ്, അഫ്രയുടെ വിളി കേട്ട് അജു എണീറ്റത്. എന്താ കുഞ്ഞോട്, കുറച്ചു നേരം ഉറങ്ങട്ടെ, അജു അഫ്രയോട് പറഞ്ഞു. അഫ്ര എന്നാണ് അവളുടെ പേര്, എങ്കിലും എല്ലാവരും കുഞ്ഞോൾ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും താഴെ റെഡിയായി നിൽക്കുകയാണ്. അത് കേട്ടപ്പോൾ അജു ചാടി എണീറ്റ് സമയം നോക്കി. അല്ലാ, 9:45. നീ ചെല്ല്, ഞാനിപ്പോൾ വരാം. അജു ബാത്റൂമിൽ കയറി പരിപാടി എല്ലാം കഴിഞ്ഞ് അലമാരയിൽ നിന്ന് ഷർട്ടും മുണ്ടും ഇട്ട് പെട്ടെന്ന് താഴേക്കെത്തി. കുടുംബാംഗങ്ങൾ എല്ലാം റെഡി. മജീദും ഭാര്യയും മകൻ അനസും ഭാര്യ സഹലയും ഒരു കാറിൽ, കുഞ്ഞോളും ഭർത്താവ് റിയാസും 1 വയസ്സുള്ള മകൻ എഹ്നാസും ഇച്ചാനും കൂടെ അജ്മലും മറ്റൊരു കാറിൽ. അല്ല, ഇതെങ്ങോട്ടാളിയ കാലത്തെ കെട്ടിയൊരുങ്ങി എല്ലാവരും കൂടി വല്ല കല്യാണമുണ്ടോ? അതൊക്കെ പറയടെ കുഞ്ഞളിയ, നീയൊന്ന് സമാധാനിക്ക് എന്ന് റിയാസും. അജുവിന്റെ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് അവനൊന്ന് മയങ്ങി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ വണ്ടി ഒരു വീട് മുറ്റത്ത് എത്തിയിരുന്നു. കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. ഇതേതാ വീട്, ഏതാ സ്ഥലം, എന്താ ഇവിടെ? അജു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു റിയാസിനോട്.
നീയൊന്ന് ഇറങ്ങി വാട കുഞ്ഞളിയ എന്നും പറഞ്ഞ് റിയാസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. സലാം ചൊല്ലിക്കൊണ്ട് മജീദ് ആദ്യം അകത്ത് കയറി. പുറകിലായി മറ്റുള്ളവരും. അജ്മലിന്റെ ഒരു സൈഡിൽ ഉപ്പയും മറ്റു സൈഡിൽ ഇക്കയും. ആ വീട്ടിൽ മജീദിന്റെ പ്രായം തോന്നിക്കുന്ന ഒരാൾ "അജ്മൽ എന്താ ചെയ്യുന്നേ? " എന്ന് ചോദിച്ചു. മറ്റുള്ളവർ പറഞ്ഞപോലെ മദ്രസില്ലാത്ത ജോലി ആണെങ്കിലും ഡ്രൈവറാണ് എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു പെൺകുട്ടി ചായയുമായി വന്നത്. ആദ്യം അജ്മലിന് നേരെ ആ ചായ നീട്ടിയപ്പോൾ അവന് മനസ്സിലായി പെട്ടു എന്ന്. കിട്ടിയ പണി മനസ്സിലായപ്പോൾ അജു പിന്നീട് അവളെ നോക്കാൻ ശ്രമിച്ചില്ല. അജു മൊബൈൽ എടുത്ത് റിംഗ് ടോൺ വെച്ചു അവരുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. "ഇല്ല, ഈ അജ്മലിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല" എന്ന് അവൻ അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അകത്ത് എല്ലാവരും ചേർന്ന് തീയതി കുറക്കുകയായിരുന്നു. എല്ലാവരും ചേർന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അജു ഒന്നും മിണ്ടിയില്ല. "കുഞ്ഞളിയാ, വരുന്ന 11-ാം തീയതി നിക്കാഹിന് ഒരുങ്ങിക്കോ" എന്ന് കാറിലിരുന്ന് റിയാസ് പറഞ്ഞു. അജ്മൽ ഒന്നും മിണ്ടിയില്ല. തിരികെ വീട്ടിൽ എത്തിയതും അജു ബുള്ളറ്റ് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. "ഉപ്പ അവനിനി സമ്മതിക്കാതിരിക്കുമോ? " എന്ന് അനസിന്റെ ചോദ്യത്തിൽ "അവനെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും" എന്ന് ഉപ്പ. "അവന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് മതിയായിരുന്നു ഉറപ്പിക്കലൊക്കെ" എന്ന് ഉമ്മ റസിയ പരാതിപ്പെട്ടു. "അവനു വേണ്ടി 4-ാമത്തെ പെണ്ണ് കാണലാണിത്. ആദ്യം കണ്ട 3 എന്ത് നല്ല പെൺകുട്ടികളായിരുന്നു, നല്ല കുടുംബവും. എന്നിട്ടെന്തായി? അവൻ സമ്മതിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ ചെയ്യാനേ പറ്റൂ. അതെങ്ങനെയാണ്? മരിച്ചു മണ്ണടിഞ്ഞവളെയും ഓർത്താണ് അവന്റെ നടപ്പ്" എന്ന് അജുവിനെ കുറ്റപ്പെടുത്തി അനസ്. പിന്നെ ആരും തർക്കിച്ചില്ല. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 നാളെയാണ് ഗൈസ്.